കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസിയിലെ വിശുദ്ധ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 51ാമത്തെ ദിവസമാണെന്ന്. നമ്മൾ ഇന്ന് കാണുക അക്സെപ്റ്റിംഗ് കറക്ഷൻസ്. ജീവിതത്തിലെ കറക്ഷൻസ് കിട്ടുമ്പോൾ അതിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള കൊച്ചുത്രേസ്യയുടെ ദർശനമാണ്. പുണ്യവതിയുടെ ഈ ദർശനങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ മേഖലകളിൽ അവളെ സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒന്നാമതായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ്. എളിമയെയും തിരുത്തലുകളുടെ സ്വീകാര്യതയെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ്, മാർഗനിർദ്ദേശങ്ങളും തിരുത്തലുകളും സ്വീകരിക്കുന്നതിനുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സമീപനത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ആവിലായിലെ വിശുദ്ധ തെരേസ. വ്യക്തിപരമായ വളർച്ചയിലും വിനയത്തിലും അമ്മ ത്രേസ്യ നൽകിയ ഊന്നൽ കൊച്ചുത്രേസ്യയിൽ പ്രതിധ്വനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധിയിലേക്കുള്ള ഒരു വഴിയായി തിരുത്തൽ സ്വീകരിക്കുവാനായിട്ട് ഇതവളെ ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മളൊരു വചനഭാവമാണ് ശ്രദ്ധിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത്, ശാസനം വെറുക്കുന്നവൻ മൂഢനത്രേ. വ്യക്തിപരമായ വളർച്ചയ്ക്കായി തിരുത്തലുകൾ സ്വീകരിക്കേണ്ടതിൻ്റെ മൂല്യം ഈ വാക്യം പ്രതിഫലിപ്പിക്കുന്നു. ഹെബ്രായർക്കുള്ള ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം. എല്ലാ ശിക്ഷണങ്ങളും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു, എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെടുന്നവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവമായ ഫലം ലഭിക്കുന്നു. ഇപ്പോൾ കഷ്ടപ്പാടുകളിലൂടെ അല്ലെങ്കിൽ ശിക്ഷണങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ കിട്ടുന്ന ഫലത്തെക്കുറിച്ചാണ് ഈ ലേഖനഭാഗം പറയുക. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ ഈ ദർശനം അക്സെപ്റ്റിംഗ് കറക്ഷൻസ്, ആ ഒരു ദർശനത്തിലേക്ക് നോക്കുമ്പോൾ അതിനെ ഒരു 5 തലങ്ങളിൽ കുറിക്കുവാനായിട്ടാണ് അല്ലെങ്കിൽ വിവരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ഹ്യൂമിലിറ്റി, എളിമ. രണ്ടാമതായിട്ട് ലവ് ഫോർ ട്രൂത്ത്, സത്യത്തോടുള്ള സ്നേഹം. മൂന്നാമതായിട്ട് ഗ്രോത്ത് ത്രൂ ചലഞ്ചസ്, വെല്ലുവിളികളിലൂടെ ഉണ്ടാകുന്ന വളർച്ച. നാലാമതായിട്ട് ട്രസ്റ്റ് ഇൻ അതോറിറ്റി, അധികാരികളിലുള്ള ട്രസ്റ്റ്. അഞ്ചാമതായിട്ട് ജോയ്ഫുൾ അക്സെപ്റ്റൻസ്, സന്തോഷപൂർവമായ സ്വീകാര്യതകൾ. നമുക്ക് 5 തലങ്ങളെക്കുറിച്ചൊന്ന് കാണാം. ഒന്നാമതായിട്ട് എളിമ. തിരുത്തലുകൾ സ്വീകരിക്കുന്നതിനും ഒരാളുടെ പരിമിതികളും വളർച്ചയുടെ ആവശ്യകതകളും തിരിച്ചറിയുന്നതിനും എളിമ അനിവാര്യമാണെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നു. അവളുടെ ഒരു കത്തിലിങ്ങനെ കുറിക്കുന്നു, എല്ലാ സദ്ഗുണങ്ങളുടെയും അടിസ്ഥാനം വിനയമാണ്. അപ്പോൾ എളിമയെ എല്ലാ ഗുണങ്ങളുടെയും ഉറവിടമായിട്ട്, അതിൽ നിന്നാണ് അതെല്ലാം വളരുന്നതെന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു, എളിമയുള്ളവരായിരിക്കുക എന്നാൽ തിരുത്തൽ നന്ദിയോടെ സ്വീകരിക്കുക എന്നാണ്. അപ്പോൾ എളിമയെക്കുറിച്ച് അവൾ പറഞ്ഞു വയ്ക്കുക. ജീവിതത്തിൽ പലരും നൽകുന്ന തിരുത്തലുകൾ, നമ്മളൊക്കെ മറ്റുള്ളവരായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവരാണല്ലോ, ഈ തിരുത്തലുകളൊക്കെ നന്ദിയോടുകൂടി, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടുകൂടി നന്ദിയോടുകൂടി സ്വീകരിക്കുക. അത് എളിമയുള്ളവർക്ക് പറ്റൂ എന്ന പുണ്യവതി പറഞ്ഞു വയ്ക്കുക. രണ്ടാമതായിട്ട് ലവ് ഫോർ ട്രൂത്ത്. തിരുത്തലുകൾ സ്വീകരിക്കുന്നത് സത്യത്തോടുള്ള സ്നേഹത്തിൽ നിന്നും ദൈവഹിതമായി സ്വയം ഒത്തുചേരുവാനുള്ള ആഗ്രഹത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതായിരിക്കണമെന്ന് കൊച്ചുത്രേസ്യ ആഗ്രഹിച്ചിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു, സത്യത്തോടുള്ള സ്നേഹം എനിക്ക് ലഭിക്കുന്ന തിരുത്തലുകൾ സ്വീകരിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ അവൾ സത്യത്തോട് അവൾ കാണിക്കുന്ന സ്നേഹം, അവൾ പറയുകയാണ്, അത് എനിക്ക് ഉപകാരപ്പെടുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നൽകുന്ന തിരുത്തലുകളെല്ലാം സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുവാനായിട്ട് എന്നെ സഹായിക്കുന്നുവെന്ന്. അവളുടെ സഹോദരി സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, സത്യത്തെ സ്നേഹിക്കുക എന്നത് തിരുത്തലിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ സത്യത്തിന് കൊടുക്കുന്ന സ്നേഹത്തെ ജീവിതത്തിലേക്ക് വരുന്ന കറക്ഷൻസിനൊക്കെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നതിന് തുല്യമാക്കിയാണ് പുണ്യവതി. മൂന്നാമത്തെ തലം എന്ന് പറയുക ഗ്രോത്ത് ത്രൂ ചലഞ്ചസ്. കൂടുതൽ വിശുദ്ധിയിലേക്കും പക്വതയിലേക്കും നയിക്കുന്ന ആത്മീയ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായാണ് വിശുദ്ധ കൊച്ചുരേസ്യ ജീവിതത്തിലുണ്ടായിട്ടുള്ള തിരുത്തലുകളെ വീക്ഷിച്ചിട്ടുള്ളത്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, എല്ലാ തിരുത്തലുകളും എൻ്റെ ആത്മീയ വളർച്ചയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തിരുത്തലുകളും, മറ്റുള്ളവർ നൽകിയ എല്ലാ തിരുത്തലുകളും അവൾ പറയുകയാണ്, ഇതൊക്കെ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് സഹായകരമായി തീർന്നിട്ടുണ്ടെന്നാണ്. നമുക്കങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, വെല്ലുവിളികളാണ് നമ്മെ കൂടുതൽ ശക്തരാക്കുന്നത്, തിരുത്തലുകൾ നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികൾ നമ്മളെ വളർത്തുന്നു, ശക്തരാക്കുന്നു. അതുപോലെ തന്നെ തിരുത്തലുകൾ ജീവിതത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. നാലാമത്തെ തലമെന്ന് പറയുക ട്രസ്റ്റ് ഇൻ അതോറിറ്റി. അധികാരികളിൽ നിന്നും ഉപദേശകരിൽ നിന്നും മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള വിശ്വാസത്തിൻ്റെ അടയാളമാണെന്ന് കൊച്ചുരേസ്യ പഠിപ്പിക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു, എൻ്റെ അധികാരികളിലുള്ള വിശ്വാസം അവരുടെ തിരുത്തലുകൾ സ്വീകരിക്കുവാൻ എന്നെ സഹായിക്കുന്നു. അപ്പോൾ അധികാരികൾ എന്നെ പല രീതിയിൽ തിരുത്തുവാറുണ്ട്. അതെനിക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത് അവരോടുള്ള എൻ്റെ വിശ്വാസമാണ്, അടിയുറച്ച വിശ്വാസം. അവൾ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹനിർഭരമായ കൈയായിട്ടാണ് ഞാൻ അവരുടെ മാർഗനിർദ്ദേശത്തെ കാണുക. അപ്പോൾ അധികാരികൾ നൽകുന്ന മാർഗനിർദ്ദേശങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു കൈവപ്പായിട്ടാണ് പുണ്യവതി ദർശിച്ചിരുന്നത്. ഇനി അഞ്ചാമത്തെ തലമെന്ന് പറയുക ജോയ്ഫുൾ അക്സെപ്റ്റൻസ്. ദൈവവുമായുള്ള ആഴത്തിലുള്ള അടുപ്പത്തിലേക്ക് നയിക്കുന്ന സ്നേഹപ്രവൃത്തികളായി തിരുത്തലുകളെ കണ്ടുകൊണ്ട് അവയെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ വിശുദ്ധ കൊച്ചുരേസ്യ പ്രോത്സാഹിപ്പിക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ തിരുത്തലുകൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു, കാരണം അവ എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. അപ്പോൾ തിരുത്തലുകൾ അവൾക്കൊരു ഉറച്ച ബോധ്യമുണ്ട്, ഈ തിരുത്തലുകൾ എന്നെ ദൈവത്തിലേക്കാണ് അടുപ്പിക്കുക. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട്. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു, ഓരോ തിരുത്തലും ഒരു സമ്മാനമാണ്, ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അപ്പോൾ തിരുത്തലുകളെ ഒരു ശാഠ്യമായിട്ടോ സങ്കടമായിട്ടോ വെറുപ്പായിട്ടൊന്നുമല്ല, അവൾ സമ്മാനം എന്ന രീതിയിൽ സ്വീകരിച്ചു. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നെന്ന് പറയുക. സ്നേഹമുള്ളവരെ, കൊച്ചുരേസ്യയുടെ ഈ അക്സെപ്റ്റിംഗ് കറക്ഷൻസ്, അതിൻ്റെ ദർശനത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ആധ്യാത്മികതയെയും മനഃശാസ്ത്ര മേഖലകളെയും സാമൂഹ്യ തലങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആധ്യാത്മികത. കൊച്ചുരേസ്യയുടെ ടീച്ചിങ്സ് വിനയത്തിലും വളർച്ചയിലും കേന്ദ്രീകൃതമായ ഒരു ആത്മീയത വളർത്തുന്നു. വിശുദ്ധിയിലേക്കുള്ള അവരുടെ യാത്രയുടെ ഭാഗമായി തിരുത്തലുകളെ സ്വീകരിക്കുവാനായിട്ട് ഇത് വ്യക്തികളെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് മനഃശാസ്ത്രപരമായ തലം. തിരുത്തലുകൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള പുണ്യവതിയുടെ ഉൾക്കാഴ്ചകൾ വൈകാരിക പ്രതിരോധം പ്രോത്സാഹിപ്പിക്കുന്നു. വിമർശനത്തെ ശിക്ഷാനുസൃതമായി കാണുന്നതിന് പകരം ക്രിയാത്മകമായി കാണാൻ ഇത് വ്യക്തികളെ സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് സാമൂഹ്യ തലം. ഫീഡ്ബാക്ക് നൽകുകയും സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന സഹകരണത്തിൻ്റെയും പരസ്പര വളർച്ചയുടെയും മനോഭാവം വളർത്തിയെടുക്കുന്ന ആരോഗ്യമുള്ള സമൂഹങ്ങളിലേക്ക് കൊച്ചുരേസ്യയുടെ മാതൃക എല്ലാവരെയും നയിക്കും. സ്നേഹമുള്ളവരെ, കൊച്ചുരേസ്യ തിരുത്തലുകളെ സ്വീകരിച്ച രീതികളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഈ അവസരത്തിൽ നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മോട് തന്നെ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഒന്നാമതായിട്ട്, എൻ്റെ ജീവിതത്തിലെ തിരുത്തലുകളോടും ക്രിയാത്മകമായ വിമർശനങ്ങളോടും ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത്? രണ്ടാമതായിട്ട്, മറ്റുള്ളവരിൽ നിന്നുള്ള മാർഗനിർദ്ദേശം സ്വീകരിക്കാൻ എനിക്ക് ഏതെല്ലാം വിധങ്ങളിൽ എളിമ നട്ടുവളർത്തുവാനായിട്ട് സാധിക്കും? മൂന്നാമതായിട്ട്, തിരുത്തലുകൾ ആത്മീയ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി എനിക്ക് എങ്ങനെയാണ് കാണുവാനായിട്ട് സാധിക്കുക? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ജീവിതത്തിൽ വരുന്ന വിമർശനങ്ങളെയും തിരുത്തലുകളെയെല്ലാം നല്ല രീതിയിൽ സ്വീകരിക്കാൻ പുണ്യവതി അമ്മയെ സഹായിക്കട്ടെ. നമുക്ക് ഈ നിമിഷം ഒന്ന് ചേർന്ന് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ
മാലായ്ക്കടുത്ത് പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുമനസ്സുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യായെ ഞങ്ങളെ നീ ദയോടെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസ്സിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞി അമലോത്ഭവകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ഈ നിമിഷം ഒന്ന് സമർപ്പിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലും അനുഭവപ്പെടുന്ന വിമർശനങ്ങൾ, തിരുത്തലുകളൊക്കെ കൊച്ചുത്രേസ്യ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് മൗനമായിട്ട് നമ്മുടെ മറ്റെല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം വിട്ടുകൊടുക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായ ലിസ്യുവിലെ വിശുദ്ധ ചെറുപുഷ്പത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. ജീവിതത്തിൽ തലങ്ങും വിലങ്ങും ഒക്കെ തിരുത്തലുകളും വിമർശനങ്ങളൊക്കെ കിട്ടിയപ്പോൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് അവൾ അതിനെയൊക്കെ സ്വീകരിച്ചത്. ഇതെല്ലാം നീ നൽകിയ കൃപയാണ്, നീ നൽകിയ പ്രചോദനങ്ങളാണ്. ഈശോയെ, ജീവിതത്തിൻ്റെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കും ഇതെല്ലാം നല്ല രീതിയിൽ എടുക്കുവാൻ ഞങ്ങളെയും നീ സഹായിക്കണമേ. ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ലിസ്യുവിലെ ഞങ്ങളുടെ കൊച്ചുറാണി, നീ തിരുത്തലുകളെ സ്വീകരിച്ച രീതികൾ ഞങ്ങളെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാത്തിനെയും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാനായിട്ട്, എല്ലാത്തിനെയും ജീവിത വളർച്ചയ്ക്കുള്ള പടികളാക്കി മാറ്റുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. വെല്ലുവിളികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് വളർച്ചയ്ക്കുള്ള അവസരങ്ങളാണെന്നുള്ള ബോധ്യത്തിലെ ജീവിതത്തെ നയിക്കാൻ പുണ്യവതി ഞങ്ങൾക്ക് വേണ്ടി നീ നിൻ്റെ ഈശോയോട് പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗത്തിൽ ഈശോദ